ഹലോ ഗൈസ്, ഇന്ന് നമ്മളൊരു തലശ്ശേരി ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മളിവിടെ ചിക്കൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുക. ചിക്കൻ ബിരിയാണി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ചെയ്യുവാണെങ്കിൽ വളരെ സിമ്പിളാണ്. നമ്മളിവിടെ 1 കിലോ റൈസും ഒരു മീഡിയം കോഴിയാണ് കേട്ടോ എടുത്തത്. ക്ലീൻ ചെയ്ത ചിക്കനിലേക്ക് ആവശ്യത്തിന് മുളക് പൊടിയും തൈര്, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്, ഉപ്പ്, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അരമണിക്കൂർ മാറ്റി വെക്കാം. ആ സമയം കൊണ്ട് നമുക്ക് ഉള്ളി ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി കറക്റ്റ് പാകമാകുമ്പോൾ മാറ്റി വെക്കാം. ഇനി നമുക്ക് അതേ ഓയിലിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കും. ചിക്കൻ ഫ്രൈ ആയി വരാൻ ഇച്ചിരി സമയം എടുക്കുന്നുണ്ട്. നമുക്ക് മറ്റൊരടുപ്പിൽ ബിരിയാണി റൈസ് ഉണ്ടാക്കി വെക്കാം. ചൂടായ പാത്രത്തിലേക്ക് ആവശ്യത്തിന് സൺഫ്ലവർ ഓയിലും ഗീയും ഒഴിച്ച് അതിലേക്ക് കാഷ്യൂ നട്ട്സും കിസ്മിസും വറുത്ത് കോരി മാറ്റി വെക്കാം. നമുക്ക് അതേ പാത്രത്തിൽ തന്നെ ബിരിയാണി സെറ്റാക്കാം. ബിരിയാണിക്ക് ആവശ്യമായ സ്പൈസസ് എടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പട്ട, ഗ്രാമ്പൂ, ഏലയ്ക്ക, സ്റ്റാർ, ബേ ലീവ്സ് എന്നിവ ചേർത്ത് ചെറുതായി ചൂടായി വരുമ്പോൾ അതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. റൈസ് നേരത്തെ കഴുകി വെള്ളം തോരാൻ വെച്ചിരുന്നു. 1 ഗ്ലാസ് റൈസിന് 2 ഗ്ലാസ് വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. റൈസ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യേണ്ടതാണ്. റൈസ് നന്നായി വറുത്ത് വരുമ്പോൾ ചെറിയ രീതിയിൽ പൊട്ടുന്ന സൗണ്ട് ഉണ്ടാവും. അപ്പോൾ നമുക്ക് വെള്ളം ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ലെമൺ ജ്യൂസും ചേർത്ത് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് തട്ടിക്കൊടുക്കുക. ഒരു 20 മിനിറ്റ് കഴിയുമ്പോഴേക്കും ചോറ് റെഡി ആയിട്ടുണ്ടാവും. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ മസാല ഉണ്ടാക്കാം. മസാലയ്ക്ക് ആവശ്യമായ ഉള്ളി, തക്കാളി, പച്ചമുളക്, വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, മല്ലിയില, പുതിനയില എന്നിവ നമ്മൾ മാറ്റി വെക്കാം. പാത്രം ചൂടായതിനു ശേഷം ഓയിൽ ഒഴിച്ച് അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് ചേർക്കുക. ചെറുതായിട്ടൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഉള്ളി ചേർക്കാം. ഉള്ളി നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് പച്ചമുളക്, തക്കാളി എന്നിവ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. തക്കാളിയും ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വരുമ്പോൾ നമുക്കതിലേക്ക് പൊടികൾ ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ആവശ്യത്തിന് ഗരം മസാല, മല്ലിപ്പൊടി, ചിക്കൻ മസാല എന്നിവ ചേർത്ത് മിക്സ് ചെയ്യാം. ഞങ്ങളിവിടെ കുറച്ച് ബിരിയാണി മസാലയും ചേർത്തിട്ടുണ്ട് കേട്ടോ. പൊടികളുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചിക്കൻ ആഡ് ചെയ്യുകയാണ് ചെയ്തത്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച ഉള്ളി അതിലേക്ക് ക്രഷ് ചെയ്ത് ചേർക്കാം. നമ്മൾ ഒരു പിടിയാണ് എടുത്തിരിക്കുന്നത്. ബാക്കി നമുക്ക് ചോറിലും ചേർക്കാം. നമുക്ക് മൂടി വെച്ചൊരു 10 മിനിറ്റ് വേവിക്കാം കേട്ടോ. ആവശ്യത്തിന് മല്ലിയിലയും പുതിനയിലയും ചേർത്ത് ഇനി കുറച്ച് നേരം മൂടി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് എല്ലാം ചേർത്ത് ബിരിയാണി ദം ചെയ്യാം. പാത്രം ചെറുതായിട്ട് ചൂടാവുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ച റൈസ് ഒരു ലെയറായിട്ട് ഇടുക. അതിൻ്റെ മേലെയായിട്ട് നേരത്തെ വറുത്ത് വെച്ച ഉള്ളി, കാഷ്യൂ നട്ട്സ്, കിസ്മിസ്, മല്ലിയില എന്നിവ ചേർക്കുക. അടുത്ത ലെയറായിട്ട് ചിക്കൻ ചേർത്ത് അതിൻ്റെ മേലെ വീണ്ടും റൈസ് ഇട്ട് ആവശ്യത്തിന് ഗാർണിഷ് ചെയ്യുക. ഒരു കളർ എഫക്റ്റിന് വേണ്ടി ഞങ്ങൾ മഞ്ഞളും ലെമണും കലക്കിയിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ 10 മിനിറ്റ് വെക്കുമ്പോഴേക്കും നല്ല സ്വാദിഷ്ടമായ തലശ്ശേരി ബിരിയാണി തയ്യാറായിട്ടുണ്ട്. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കണേ.